മലയാള ജാലകത്തിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, ഒരു സ്നേഹം എന്നുകൂടി പേരുള്ള ആശാൻ കൃതി എന്നുള്ളതാണ്. ഓപ്ഷനിൽ കരുണയുണ്ട്, നളിനിയുണ്ട്, ലീലയുണ്ട്, വീണപൂവുണ്ട്. ഒരു സ്നേഹം എന്നുകൂടി പേരുള്ള ആശാൻ കൃതിയാണ് നളിനി. ശിഷ്യനും മകനും എന്ന് പറയുന്നത് ആരെന്നുള്ളതാണ്. അറിയാൻ വള്ളത്തോളിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു ഖണ്ഡകാവ്യമാണ് ശിഷ്യനും മകനും. ഇതിൽ ഓപ്ഷനിൽ ഇന്ദ്രനും കർണനും ഉണ്ട്, ഗണപതിയും ശിവനും ഉണ്ട്, പരശുരാമനും ഗണപതിയുമുണ്ട്, അർജുനനും ദ്രൗണി എന്ന് പറഞ്ഞാൽ അശ്വത്ഥമാവും ഉണ്ട്. അതിൽ ഉത്തരം ശരിയായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. പരശുരാമനും ഗണപതിയുമാണ് ശിഷ്യനും മകനും. ശിവന്റെ ശിഷ്യനാണ് പരശുരാമൻ, ശിവന്റെ മകനാണ് ഗണപതി. ബഹുവചനമല്ലാത്ത എന്നുള്ളതാണ് അടുത്ത ചോദ്യം. സലിംഗ ബഹുവചനം, അലിംഗ ബഹുവചനം, സൂചക ബഹുവചനം, പൂജക ബഹുവചനം. ഇവിടെ ബഹുവചനത്തെ നമ്മൾ മൂന്നായി തിരിക്കുമ്പോൾ സലിംഗ ബഹുവചനമെന്നും അലിംഗ ബഹുവചനമെന്നും പൂജക ബഹുവചനമെന്നും തിരിക്കുന്നുണ്ട്. സൂചക ബഹുവചനം എന്നുള്ളത് അങ്ങനെ ഒന്നും ഇല്ല. അപ്പോൾ അതിനകത്ത് ബഹുവചനമല്ലാത്ത എന്നുള്ള ഉത്തരമായിട്ട് വരുന്നത് അതാണ്. കവിയച്ചൻ, നടുവത്തച്ഛനെ കുറിച്ച് കവിയച്ചൻ എന്ന കവിത എഴുതായിരുന്നുള്ളതാണ് അടുത്ത ചോദ്യം. പി കുഞ്ഞിരാമൻ നായർ, വൈലോപ്പിള്ളി ശ്രീധരമേനോൻ, ജി ശങ്കരക്കുറുപ്പ്, സുഗതകുമാരി. കവിയച്ചൻ എന്ന പേരിൽ കവിത എഴുതിയത്, നടുവത്തച്ഛനെ കുറിച്ച് കവിത എഴുതിയത് വൈലോപ്പിള്ളിയാണ്. ടച്ച് സ്റ്റോൺ മെത്തേഡ്, ഈ ടച്ച് സ്റ്റോൺ മെത്തേഡ് എന്ന വിമർശന രീതി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള അടുത്ത ചോദ്യം. ടോൾസ്റ്റോയ്, കോൾറിഡ്ജ്, മാത്യു ആർണോൾഡ്, അരിസ്റ്റോട്ടിൽ. ടച്ച് സ്റ്റോൺ മെത്തേഡ് എന്ന വിമർശന രീതി മാത്യു ആർണോൾഡായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. സംസ്കൃതത്തിലെ പഞ്ചമഹാകാവ്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലുത് എന്നുള്ളതാണ്. ഇവിടെ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. കുമാരസംഭവം, നൈഷധം, രഘുവംശം, മാഘം. അതിൽ ഉത്തരമായിട്ട് വരുന്നത് നൈഷധമാണ് ഉത്തരമായിട്ട് വരുന്നത്. സംസ്കൃത പഞ്ചമഹാകാവ്യങ്ങൾ ഏറ്റവും വലുത് നൈഷധമാണ്. ഉമാകേരളത്തിൻ്റെ ഗദ്യ ആഖ്യാനം, അതിൻ്റെ പേര് രാജനന്ദിനി എന്നാണ്. അപ്പോൾ ഉമാകേരളത്തിന് രാജനന്ദിനി എന്ന പേരിൽ ഗദ്യാഖ്യാനം എഴുതിയതായിരുന്നുള്ളതാണ്. ഉള്ളൂർ തന്നെയാണോ, അല്ലെങ്കിൽ ജി ശങ്കരക്കുറുപ്പാണോ, കേരളവർമ്മ ഒരു തമ്പുരാനാണോ, പി കെ നാരായണപിള്ളയാണോ എന്നുള്ളതാണ്. അതിൽ ഉത്തരം വരുന്നത് ജി ശങ്കരക്കുറുപ്പാണ്. അവസാനത്തെ ചോദ്യം, കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു എന്നുള്ളതാണ്. വള്ളത്തോളുണ്ട്, പാലയുണ്ട്, തകഴിയുണ്ട്, കെ എം പണിക്കരുണ്ട്. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ് കെ എം പണിക്കരായിരുന്നു. ആദ്യ സെക്രട്ടറി പാലാനാരായണൻ നായരായിരുന്നു. ആദ്യ വൈസ് പ്രസിഡന്റ് ആയിരുന്നു വള്ളത്തോൾ. മലയാള ജാലകത്തിൻ്റെ ക്ലാസ്സുകൾ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചോദ്യങ്ങളും വിശദീകരണങ്ങളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി.